ഇന്ന് ആരുടെയെങ്കിലും ജോലി കിട്ടുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് എസ്.ബി. ആണ്. അവൻ ആദ്യം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻപ് എന്താണ് സംഭവിച്ചിരുന്നത്? നാം വെറും സംരക്ഷിച്ചിരുന്നതാണ്, നിക്ഷേപിച്ചിരുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ ഒരു മാറ്റം കാണപ്പെടുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആളുകൾ നിക്ഷേപം ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലേക്കാണ് നിക്ഷേപം. ഏകദേശം 3.4 കോടി പേർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നു. മൊത്തം 14 കോടി ആളുകളാണ്. ഈ ഡാറ്റ വർഷങ്ങളോടൊപ്പം കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. വരാനിരിക്കുന്ന കാലത്ത് ഇത് കൂടുതൽ വർദ്ധിക്കും. 3.4 കോടിയിൽ നിന്ന് 4 കോടി, 5 കോടി, 10 കോടി എന്നിങ്ങനെ എത്തും. ഇത്രയധികം നിക്ഷേപകരാണ്. ഒരു നിക്ഷേപ വാഹനത്തിലൂടെ നിക്ഷേപിക്കുമ്പോൾ അവർക്കൊന്നും ഒരു ആശ്വാസമുണ്ടാവും. ആ അസറ്റ് ക്ലാസ്സിൽ എന്തോ പ്രത്യേകതയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും പേർ അതിൽ നിക്ഷേപിക്കുന്നത്. അവർക്കു അത്രയധികം വിശ്വാസമാണ് ആ നിക്ഷേപത്തിൽ. അതിനാൽ കാണുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ ആ റെഗുലേറ്ററി ആശ്വാസം ഉണ്ടെന്നതാണ്. ആ നിക്ഷേപ ആശ്വാസം ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. സെബി ഉണ്ട്, അവിടെ MF ഉണ്ട്. ഇവർ നിക്ഷേപകരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. NSMന്റെ ചാപ്റ്റർ നമ്പർ 9 ഇതേ കാര്യങ്ങളിലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. നിക്ഷേപക സേവനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു നിക്ഷേപകനു എങ്ങനെ മികച്ച അനുഭവം നൽകാമെന്നതിനെക്കുറിച്ചാണ്. നിക്ഷേപകന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ വരുമ്പോൾ, അവൻ തന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ വരുമ്പോൾ, നിക്ഷേപം വളരെ എളുപ്പത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നിക്ഷേപ അനുഭവം നൽകണം. ഇനിയും കുറച്ച് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്, പക്ഷേ സമയം കടന്നുപോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയാണ്. ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനൽ സെൻട്രിസിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വലത്ത് പാർട്ണർ, എൻ്റെ പേര് അനുജ്. നിങ്ങൾ കാണുന്നത് 5 പാസ് 4 ഷോർട്ട് വീഡിയോസിൻ്റെ സീരീസാണ്. ഇപ്പോൾ വരെ നാം 8 ചാപ്റ്ററുകൾ കവർ ചെയ്തിട്ടുണ്ട്. 5ന്റെ ഈ ഭാഗം ചാപ്റ്റർ നമ്പർ 9 ആണ്. ഇൻവെസ്റ്റർ സർവീസ്, എങ്ങനെ ഒരു നിക്ഷേപകന് സർവീസ് നൽകപ്പെടുന്നു എന്നതാണ് വിഷയം. ഒരു നിക്ഷേപകൻ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ നിക്ഷേപം നടത്താം, അതിന് എങ്ങനെയുള്ള മാർഗങ്ങളാണ് ഉള്ളത്? പൂർണ്ണമായും ഇൻവെസ്റ്റർ സർവീസിനെ കുറിച്ച് നോക്കാം. ഓപ്പറേഷണൽ ആസ്പെക്റ്റുകൾ. മ്യൂച്വൽ ഫണ്ടുകൾ എന്തൊക്കെയാണ്? ഒരു NFO ഡയറക്റ്റ് വന്നാൽ NFOയുടെ പ്രോസസ്സ് എന്താണ്, എങ്ങനെ നിക്ഷേപം നടത്താം? എല്ലാ ഓപ്ഷനുകളും അവൈലബിൾ ആണ്. KYC ലയം എന്താണ്? ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ തുടങ്ങാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ന്യൂ ഫണ്ട് ഓഫർ പ്രോസസ്, NFOയുടെ പ്രൈസിംഗ്, മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ സബ്സ്ക്രിപ്ഷനുള്ള ഓൺഗോയിങ് വില, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും ഓപ്ഷനുകളും, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ അലോട്ട്മെന്റ് ഇൻവെസ്റ്റർമാർക്ക്, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളടക്കവും കാലാവധിയും, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആപ്ലിക്കേഷൻ, മ്യൂച്വൽ ഫണ്ടുകളുടെ ഫോമുകൾ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ, കട്ട് ഓഫ് ടൈമിംഗും ടൈം സ്റ്റാമ്പിംഗും, KYC ആവശ്യകതകൾ, വിവിധ തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ട്രാൻസാക്ഷനുകളുടെ ഓപ്പറേഷണൽ ആസ്പെക്റ്റുകളും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളുടെ പ്രോസസും, മ്യൂച്വൽ ഫണ്ടിന്റെ സ്റ്റാറ്റസും, പ്രത്യേക ഇൻവെസ്റ്റർ വിഭാഗങ്ങളുടെ സ്റ്റാറ്റസിൽ മാറ്റം, ഇൻവെസ്റ്റർ ട്രാൻസാക്ഷൻ ടേൺ അറൗണ്ട് ടൈം എന്നിവയെക്കുറിച്ച് ആണ് ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. ഇവയെല്ലാം വിഷയങ്ങൾ ഇന്ന് നാം ഉൾപ്പെടുത്തി പഠിക്കും. NFO പ്രോസസ്സിൽ നിന്ന് തുടങ്ങാം. ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ആദ്യമായി ഒരു ഫണ്ടിനെ ഇൻവെസ്റ്റർമാർക്ക് മാർക്കറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അത് അവർ NFOയിലൂടെ ആണ് നൽകുന്നത്. ന്യൂ ഫണ്ട് ഓഫർ വഴി ഒരു പുതിയ ഫണ്ട് ഓഫർ അവതരിപ്പിക്കുന്നതിന് ഒരു മുഴുവൻ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ആസറ്റ് മാനേജ്മെന്റ് കമ്പനി ഒരു NFO വഴി ഒരു സ്കീം മാർക്കറ്റിൽ അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ വരെ തന്റെ അനുഭവം ഉപയോഗിച്ച് മാർക്കറ്റിന്റെ അവസ്ഥകൾ എന്താണെന്ന് വിശദീകരിക്കുന്നു. ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും അവരുടെ ഫണ്ടുകൾ എങ്ങനെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനാൽ ദേമ എന്നിവരും ചേർന്ന് ഏത് ഫണ്ട് എപ്പോൾ, ഏത് മാർക്കറ്റിൽ, എങ്ങനെ ലോഞ്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അതിനാൽ ഈ എല്ലാം ആദ്യം MC തീരുമാനിക്കുന്നു. ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ വ്യക്തിപരമായി തീരുമാനിക്കുന്നു എപ്പോൾ, എങ്ങനെ പുതിയ സ്കീമുകൾ മാർക്കറ്റിൽ അവതരിപ്പിക്കണമെന്ന്. ഇതിനുശേഷം MC സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നു. അത് ട്രസ്റ്റിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അംഗീകരിക്കണം. അതിനുശേഷമാണ് ഈ ഡോക്യുമെന്റുകൾ സെബിയിൽ ഫയൽ ചെയ്യുന്നത്. സെബി അതിന്റെ അഭിപ്രായം പറയുന്നു. നിങ്ങൾ എങ്ങനെ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്താമോ, എന്തെങ്കിലും ചേർക്കണമോ കുറയ്ക്കണമോ എന്നതിനെക്കുറിച്ച്. അതിനായി സെബി തന്റെ നിരീക്ഷണങ്ങൾ നൽകുന്നു. അതിനുശേഷം MC മാർക്കറ്റ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു അനുയോജ്യമായ ടൈം ടേബിൾ പുറത്തിറക്കുന്നു. മാർക്കറ്റ് സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം MC തീരുമാനിക്കുന്നു പുതിയ ഫണ്ട് ഓഫർ എപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്ന്. ഒരു പ്രാവശ്യം MC എപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അതിനുശേഷം അവർ അതിന്റെ പരസ്യം ആരംഭിക്കുന്നു. പരസ്യങ്ങൾക്കായി സെബിയുടെ അഡ്വർടൈസിംഗ് കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരമാണ് ഈ എല്ലാ പരസ്യങ്ങളും നടത്തേണ്ടത്. അതിനാൽ NFOയുടെ എല്ലാ പരസ്യങ്ങളും സെബിയുടെ അഡ്വർടൈസ്മെന്റ് കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം തന്നെ ആകണം. അതിനുശേഷം ആ പ്രത്യേക സ്കീമിന്റെ, അതായത് NFO വരുന്ന സ്കീമിന്റെ ഡോക്യുമെന്റുകളും 1 പേജറും മറ്റു വിവരങ്ങളും അപേക്ഷാ ഫോമുകളും മാർക്കറ്റിൽ വിതരണം ചെയ്യപ്പെടുന്നു, നിക്ഷേപകരിലേക്ക് അയക്കപ്പെടുന്നു, ഡിസ്ട്രിബ്യൂട്ടർമാരിലേക്ക് അയക്കപ്പെടുന്നു. അതിന്റെ മുഴുവൻ ഫോർമാറ്റും മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. അതുവഴി നിക്ഷേപകരുടെ അപേക്ഷകൾ സ്വീകരിച്ച് പിന്നീട് അവർക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്യാൻ
കഴിയുന്നുവെന്ന് ഉറപ്പാക്കാൻ. ഇതായിരുന്നു NFOയുടെ മുഴുവൻ പ്രക്രിയ, എങ്ങനെ NFO മാർക്കറ്റിൽ കൊണ്ടുവരുന്നു എന്നതിൻ്റെ വിശദീകരണം. പുതിയ ഫണ്ട് ഓഫർ. ഒരു കാര്യവും ഞാൻ വളരെ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില തീയതികൾ വളരെ പ്രധാനപ്പെട്ടവയാണ്, അവ നമ്മുടെ പരീക്ഷയിൽ വരാറുണ്ട്. ആ തീയതികൾ ഏതൊക്കെയാണെന്നാൽ NFO ഓപ്പണിംഗ് തീയതി, അതായത് NFO എപ്പോൾ തുറക്കുന്നു എന്നതും NFO ക്ലോസിംഗ് തീയതി, അതായത് NFO എപ്പോൾ അടയ്ക്കുന്നു എന്നതുമാണ്. അതിനുശേഷം വരുന്നത് സ്കീം റീഓപ്പണിംഗ് തീയതിയാണ്. NFO അവസാനിച്ചതിന് ശേഷം സ്കീം റീഓപ്പണിംഗ് തീയതി വരും. സ്കീം റീഓപ്പണിംഗ് എന്നത് അതിൽ വീണ്ടും നാം ട്രാൻസാക്ഷൻ ആരംഭിക്കാമെന്നർത്ഥമാണ്. സ്കീം റീഓപ്പണിംഗ് സാധാരണയായി ഓപ്പൺ എൻഡഡ് സ്കീമുകളിൽ കാണപ്പെടുന്നു, കാരണം ഓപ്പൺ എൻഡഡ് സ്കീമുകളിൽ നാം എപ്പോഴും പ്രവേശിക്കാനും എപ്പോഴും പുറത്തുകടക്കാനും കഴിയും. അതിനാൽ ഈ NFOയുടെ റീഓപ്പണിംഗ് തീയതികൾ ഉള്ളവ ഓപ്പൺ എൻഡഡ് സ്കീമുകളിലേക്കാണ് മാത്രം ബാധകമായിരിക്കുന്നത്. അപ്പോൾ ഇവ റീഓപ്പൺ ആകുമ്പോൾ അതിനുശേഷം ഒരു ഇൻവെസ്റ്റർക്ക് ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും, പുതിയ ഇൻവെസ്റ്റർമാർക്ക് അതിൽ പ്രവേശിക്കാനും കഴിയും, അതുപോലെ നിലവിലുള്ള ഇൻവെസ്റ്റർക്ക് അതിൽ നിന്ന് വിറ്റഴിക്കാനും കഴിയും. അതുകൊണ്ട് ഇതും NFOയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോസ് എൻഡഡ് സ്കീമിൻ്റെ NFO ഓപ്പണിംഗ് തീയതിയും ക്ലോസിംഗ് തീയതിയും ഉണ്ടാകും, പക്ഷേ റീഓപ്പണിംഗ് തീയതി ഉണ്ടാകില്ല. അതിനാൽ ഇത് നമുക്ക് വളരെ ശ്രദ്ധയിൽ വയ്ക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. സെബി മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം LSS ഒഴികെയുള്ള NFOകൾ പരമാവധി 15 ദിവസത്തേക്ക് മാത്രമേ തുറന്നിരിക്കാവൂ. യൂണിറ്റുകളുടെ അലോട്ട്മെന്റും ആവശ്യമായ പക്ഷത്തിൽ പണം തിരികെ നൽകലും സ്കീം ക്ലോസ് ചെയ്തതിൻ്റെ 5 ബിസിനസ് ദിവസത്തിനുള്ളിൽ നടത്തണം. കൂടാതെ ഓപ്പൺ എൻഡഡ് സ്കീമുകൾക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്തതിൻ്റെ 5 ദിവസത്തിനുള്ളിൽ വിൽപ്പനയ്ക്കും വാങ്ങലിനും വീണ്ടും തുറക്കാം. ഇതായിരുന്നു NFOയുടെ പ്രോസസ്. ഇപ്പോൾ നാം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ എന്തൊക്കെയാണെന്ന്, അതായത് ഡയറക്റ്റ് പ്ലാനും റെഗുലർ പ്ലാനും മനസ്സിലാക്കാം. നോക്കൂ, ഡയറക്റ്റ് പ്ലാനും റെഗുലർ പ്ലാനും എന്നിങ്ങനെ 2 തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ട്. ഇവയിലൂടെയാണ് ഒരു ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ കഴിയുന്നത്. ഡയറക്റ്റ് പ്ലാനിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലാനായാൽ നാം സംസാരിക്കുന്നത് ഡയറക്റ്റ് പ്ലാനിനെ കുറിച്ചാണെങ്കിൽ അതിൽ ഇടയിൽ യാതൊരു ഇടനിലക്കാരനും ഉണ്ടാകില്ല, അതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകില്ല. അതിനാൽ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ചെലവും അതിൽ ഒഴിവാക്കാം. ഇവിടെ ഒരു ഇൻവെസ്റ്റർ നേരിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായി ഇടപെടും. ഇടയിൽ യാതൊരു ഇടനിലക്കാരനും യാതൊരു റോളും ഉണ്ടാകില്ല. അവൻ തന്നെ എല്ലാ ട്രാൻസാക്ഷനുകളും അപേക്ഷാ ഫോമുകളും സ്വയം പൂരിപ്പിക്കണം, അല്ലെങ്കിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം, പിന്നെ അത് തന്നെ സമർപ്പിക്കേണ്ടതും അവനാണ്. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റർ തന്നെ ചെയ്യേണ്ടതായിരിക്കും ഡയറക്റ്റ് പ്ലാനുകൾക്കെത്തുമ്പോൾ. കൂടാതെ ഡയറക്റ്റ് പ്ലാനുകളുടെ വ്യാപനം കുറവായിരിക്കും. പക്ഷേ റെഗുലർ പ്ലാനുകളിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടാകും, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും. അവൻ നിങ്ങളെ ഉപദേശിക്കുകയും സ്കീമുകൾ പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ട്രാൻസാക്ഷനുകൾ ആരംഭിക്കുന്നതിൽ നിന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എത്തിക്കുന്നതുവരെ എല്ലാ കാര്യങ്ങളും ആ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുകയും ചെയ്യും. ഈ പ്ലാനിൻ്റെ ചെലവ് കുറച്ച് കൂടുതലാണ്, കാരണം ഡിസ്ട്രിബ്യൂട്ടറിന് MC കമ്മീഷൻ നൽകുന്നു. അതിനാൽ ഈ രണ്ടിനും ഉള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഡയറക്റ്റ് പ്ലാനിൽ പോകുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷേ നിങ്ങൾ ഒരു റെഗുലർ പ്ലാനിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിലൂടെ പോകുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിക്ഷേപത്തിൽ കൂടുതൽ സൗകര്യം ലഭിക്കും. അവിടെ നിങ്ങൾക്ക് ചെലവ് കുറച്ച് കൂടുതലായിരിക്കും നൽകേണ്ടി വരിക. മിക്ക മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ നൽകുന്നു. ഒന്നാമത് ഗ്രോത്ത്, രണ്ടാമത് ഡിവിഡൻഡ്, കൂടാതെ മൂന്നാമതായി ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റുമുണ്ട്. നമുക്ക് ഈ 3 ഓപ്ഷനുകളും എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് വളർച്ചയാണ്. ഗ്രോത്തിൽ നമുക്ക് എല്ലാ പോർട്ട്ഫോളിയോ ഗെയിനുകളും നമ്മുടെ നാവിൽ തന്നെ കാണാം. പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന എല്ലാ ലാഭവും നമ്മുടെ നാവിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അത് തുടർച്ചയായി ഉയരുകയും ചെയ്യും. റിഡംപ്ഷൻ സമയത്തെ മാർക്കറ്റ് മൂല്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഡിവിഡൻഡിനോട് വ്യത്യാസമായി ഇവിടെ നമുക്ക് നേരിട്ട് പണം ലഭിക്കുകയോ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും കിട്ടുകയോ ഇല്ല. നിങ്ങളുടെ നാവ് എത്രയോ ആകട്ടെ, എല്ലാ പോർട്ട്ഫോളിയോ ഗെയിനുകളും അതിൽ തന്നെ ഉൾക്കൊള്ളപ്പെടുന്നു. ആ നാവാണ് തുടർച്ചയായി വളരുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് എന്നതിൽ സ്കീം നിങ്ങൾക്ക് സ്ഥിരമായി അല്ലെങ്കിൽ ഫണ്ട് മാനേജറുടെ തീരുമാനപ്രകാരം പൂർണ്ണമായും നൽകും. എപ്പോഴെങ്കിലും ഡിവിഡൻഡ് ലഭിക്കുമ്പോൾ ആ ഡിവിഡൻഡ് നിങ്ങൾക്ക് നൽകപ്പെടുന്നു. നിങ്ങൾ ഡിവിഡൻഡ് പേ ഔട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് അത്രയും നിങ്ങളുടെ നാവ് കുറയുകയും ചെയ്യും. മൂന്നാമത്തെ ഓപ്ഷൻ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻ്റാണ്. ലഭിച്ച എല്ലാ ഡിവിഡൻഡും ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റായി നിങ്ങളുടെ സ്കീമിൽ തന്നെ നിക്ഷേപിക്കപ്പെടുന്നു. വീണ്ടും അതേ സ്കീമിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും. അതിനാൽ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽ നിങ്ങളുടെ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് ഔട്ട് ചെയ്തതിനു ശേഷം അതിനെ എക്സ് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നു. ഡിവിഡൻഡ് പ്രഖ്യാപിച്ച ശേഷം അത് പെയ്ഡ് ഔട്ട് ചെയ്യുന്നതുവരെ അതിനെ കം ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ യൂണിറ്റുകളുടെ അലോട്ട്മെന്റ് സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാം. നോക്കൂ, ഒരു ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ടിൻ്റെ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂവിൽ, അതായത് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ NFOകളുടെയും ഫേസ് വാല്യൂ 10 രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത്.
അതിനാൽ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തുവോ അതിനെ 10 കൊണ്ട് വിഭജിച്ചാൽ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന യൂണിറ്റുകളുടെ മൊത്തം എണ്ണം. ഉദാഹരണത്തിന് ആരെങ്കിലും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഫേസ് വാല്യൂ 10 രൂപ ആണെങ്കിൽ അവർക്ക് 100 യൂണിറ്റുകൾ ലഭിക്കും. അതായത് 100 യൂണിറ്റുകൾ അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ കാണാം. ഇതാണ് നിക്ഷേപകർക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്യുന്നതിന്റെ പ്രക്രിയ. ഇനി നമുക്ക് നിക്ഷേപകർക്കുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിനെക്കുറിച്ച് സംസാരിക്കാം. ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കും ഒരു നിക്ഷേപകന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് അയക്കേണ്ടത്? ആദ്യമായി വരുന്നത് മാസിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കൂ, ഏതെങ്കിലും മാസത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിയാലോ വിറ്റാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടോ സ്വിച്ച് ചെയ്താലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപകനിലേക്ക് അയക്കണം. ഏതെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും ആ സ്റ്റേറ്റ്മെന്റ് നിക്ഷേപകന് ലഭിക്കും. ഓരോ മാസവും ഇടപാട് നടക്കുകയാണെങ്കിൽ ഓരോ മാസവും സ്റ്റേറ്റ്മെന്റ് ലഭിക്കും. ഉദാഹരണത്തിന് SAB എന്നതിന്റെ കാര്യത്തിൽ SAB ഓരോ തവണ ഡിഡക്റ്റ് ചെയ്യുമ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ മാസിക SAB ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഓരോ മാസവും നിക്ഷേപകന് സ്റ്റേറ്റ്മെന്റ് അയക്കും. വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തേക്ക് ഒരു ഇടപാടും നടന്നില്ലെങ്കിൽ വാർഷിക സ്റ്റേറ്റ്മെന്റ് നിക്ഷേപകൻ അയക്കുകയും അത് കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റായി നൽകുകയും ചെയ്യും. കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പ്രധാന പോയിന്റ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഓരോ കലണ്ടർ മാസത്തിനും അതിന്റെ അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ അതുവരെ പോസ്റ്റിലൂടെയും ഇമെയിലിലൂടെയും അയക്കപ്പെടും. മുൻമാസത്തിൽ ഫോളിയോയിലോ അക്കൗണ്ടിലോ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ലഭിക്കൂ. അതിനാൽ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഇപ്പോൾ നാം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരെക്കുറിച്ച് സംസാരിക്കാം. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപകൻ ആരാകാം? യോഗ്യതയുള്ളവർ ആരാണ്? മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താനുള്ള യോഗ്യത എന്താണ്? ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ കുറിച്ച് നോക്കാം. ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന പ്ലേയേഴ്സ് ആരെല്ലാമാണ്? ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ ആരെല്ലാം വരുന്നു? നമുക്ക് ഈ ടേബിൾ നോക്കി മനസ്സിലാക്കാം. ആദ്യം വരുന്നത് റെസിഡന്റ് ഇന്ത്യൻ എഡൽട്ട് ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരുടെ പ്രായം 18 മുകളിലാണ്. അവർക്ക് ഒറ്റയ്ക്കും കൂടിയുള്ള അക്കൗണ്ടായും നിക്ഷേപിക്കാൻ കഴിയും. മൈനർമാരും ഇതിൽ വരുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ പേരിൽ നിക്ഷേപിക്കാൻ കഴിയും. എന്നാൽ അവർക്ക് നിയമപരമായി ഒരു കരാറിൽ പ്രവേശിക്കാൻ കഴിയില്ലാത്തതിനാൽ ഗാർഡിയൻ മുഖേനയാണ് നിക്ഷേപം നടത്തുന്നത്. അതിനാൽ ഗാർഡിയന്റെ KYC ഇവിടെ ആവശ്യമാണ്. മൂന്നാമത്തേതായി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലികൾക്കും നിക്ഷേപം നടത്താൻ കഴിയും. അതിനാൽ കുടുംബത്തിന്റെ തലവൻ, അതായത് നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്നയാൾ നിക്ഷേപം നടത്തുന്നു. ഒരു കുടുംബത്തിന്റെ പേരിലാണ്, അതിന്റെ KYC അടിസ്ഥാനത്തിലാണ് കർത്താവ് നിക്ഷേപം നടത്തുന്നത്. ഇതിനുശേഷം പ്രവാസി ഇന്ത്യക്കാർ വരുന്നു. കാണൂ, NRIകളെയും വ്യക്തിഗത വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നു. എല്ലാ വ്യക്തികളും, അതായത് ഇന്ത്യൻ വംശജനായവരും NRIകളും വിദേശത്ത് താമസിക്കുന്നവരും. പക്ഷേ നോൺ റെസിഡന്റ് വ്യക്തികൾ ഇന്ത്യയിൽ താമസിക്കുന്നില്ല, അവർ വിദേശത്താണ് താമസിക്കുന്നത്. അവരാണ് വിദേശത്ത് താമസിക്കുന്നവർ, അതായത് ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് ജോലി ചെയ്യുകയും കുടുംബം അവിടെയായിരിക്കുകയുമാണ്. അങ്ങനെയുള്ളവരെ ടിപ്പിക്കായി NRI എന്ന് വിളിക്കുന്നു. അവർ ഇവിടെ നിക്ഷേപം നടത്താൻ കഴിയും. വിദേശ നിക്ഷേപകർ എന്നത് വളരെ നല്ല ഒരു പോയിന്റാണ്. കാണൂ, വിദേശ നിക്ഷേപകരും ഇക്വിറ്റി സ്കീമുകളിൽ നിക്ഷേപം നടത്തുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്താൻ കഴിയും. പക്ഷേ അവർ SEBIയിൽ നിന്ന് അംഗീകാരം നേടണം. കൂടാതെ KYC പ്രക്രിയ പൂർത്തിയാക്കി അവർക്ക് നിക്ഷേപം നടത്താം. ഇവ മ്യൂച്വൽ ഫണ്ടുകളിലാണെങ്കിൽ വിദേശ നിക്ഷേപകരും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ കഴിയും. അതിനാൽ റെസിഡന്റ് ഇന്ത്യൻ, HUF, നോൺ റെസിഡന്റ് ഇന്ത്യൻ, വിദേശികൾ എന്നിവരും ഉൾപ്പെടുന്നു. ഈ 4 വിഭാഗങ്ങളും നമ്മുടെ വ്യക്തിഗത വിഭാഗത്തിൽ വരുന്നു. ഇവർക്ക് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്താൻ കഴിയും. ഇതിനുശേഷം നോൺ ഇൻഡിവിജ്വൽ പ്ലെയർമാർ വരുന്നു. ആ നോൺ ഇൻഡിവിജ്വൽ വിഭാഗം എന്താണെന്ന് നമുക്ക് വിശദമായി പറയൂ. ഈ പട്ടികയിൽ നാം നോൺ ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ വരുന്ന പ്ലെയർമാരെ കാണാം. ചെറിയൊരു പട്ടിക നോക്കാം. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളും കോർപ്പറേറ്റ് ബോഡികളും. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഏത് കമ്പനിയെയും കോർപ്പറേറ്റിനെയും നോൺ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്നായി പരിഗണിക്കും. രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, മതപരവും ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെയും ട്രസ്റ്റികൾ, പ്രൈവറ്റ് ട്രസ്റ്റുകളുടെ ട്രസ്റ്റികൾ, പാർട്ണർഷിപ്പ് ഫർമുകൾ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നിവയും നോൺ ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. നമ്മുടെ എല്ലാ ബാങ്കുകളും, അതായത് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്നിവയെല്ലാം നോൺ ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ പരിഗണിക്കും. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർമാർ, SEBIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റർമാർ, ഇന്ത്യ സർക്കാർ അംഗീകരിച്ച ഇന്റർനാഷണൽ മൾട്ടിലാറ്ററൽ ഏജൻസികൾ, ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയുടെ എല്ലാ യൂണിറ്റുകളും, അർഹതയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇവയും ഈ ദാഗർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തപ്പെടും. ഏതെങ്കിലും സയന്റിഫിക് റിസർച്ച് ഓർഗനൈസേഷനോ യൂണിവേഴ്സിറ്റിയോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആണെങ്കിൽ ഇവയൊക്കെ നോൺ ഇൻഡിവിജ്വൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇവരുടെ അപേക്ഷകൾ MC നോൺ ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയായി പരിഗണിക്കും. അവർക്കുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളും അതുപോലെ തന്നെയാണ്, പക്ഷേ ഓപ്പറേഷണൽ അസ്പെക്റ്റുകൾ വളരെ വ്യത്യസ്തമാണ്.
ഇൻവെസ്റ്റ്മെന്റിനായി ആവശ്യമായ ഡോക്യുമെന്റുകൾ ഇവർക്കു വേറെയാണ്. ഇതിൽ കമ്പനിയുടേതായ പാൻ കാർഡ് ഉപയോഗിക്കണം. KYC കമ്പനിയുടേതാണ്. ഡയറക്ടർമാരുടെ വിവരങ്ങളും നൽകേണ്ടതുണ്ട്. അതിനാൽ ഒരു വ്യക്തിഗത ഇൻവെസ്റ്ററിന്റെയും നോൺ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിന്റെയും വിവരങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ മൈനർ എന്ന നിലയിൽ യൂണിറ്റ് ഹോൾഡറിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയിൽ 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിക്ക് നിയമപരമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ കഴിയില്ല. എന്നാൽ അവൻ നിക്ഷേപം ചെയ്താൽ, അല്ലെങ്കിൽ അവന്റെ നിയമപരമായ ഗാർഡിയൻ അവന്റെ പേരിൽ നിക്ഷേപം ചെയ്താൽ, അതോ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് പ്രക്രിയ. അത്തരം സാഹചര്യത്തിൽ നിയമപരമായ ഗാർഡിയൻ മുഴുവൻ KYC നടപടികളും പാലിക്കേണ്ടതുണ്ട്. അവർക്ക് തങ്ങളുടെ KYC ചെയ്യേണ്ടതുണ്ട്. പിന്നെ ആ 18 വയസ്സിൽ താഴെയുള്ളവന്റെ പേരിൽ നിക്ഷേപം നടത്താൻ കഴിയും. പക്ഷേ അവൻ 18 വയസ്സാകുമ്പോഴും അവൻ മേജോറിറ്റി പ്രാപിക്കുമ്പോഴും ആ പ്രത്യേക ഇൻവെസ്റ്ററിന്റെ ആ കുട്ടിയുടെ KYC വേറെ ഉണ്ടാക്കേണ്ടതാകും. അതിനുശേഷം അവന്റെ പാൻ കാർഡ്, ആധാർ കാർഡ്, മറ്റ് KYC ഡോക്യുമെന്റുകൾ എല്ലാം സ്വീകരിക്കും. മൈനർ എന്ന സ്റ്റാറ്റസ് മാറ്റി അവനെ തന്നെ മേജർ ആക്കി മാറ്റും. ആ പ്രത്യേക ഫോളിയോയിൽ അതിൽ ആരാണ് ഇൻവെസ്റ്റ് ചെയ്തോ അവർക്കാണ് ഇത് ബാധകമാകുന്നത്. KYC ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ KYC പൂർത്തിയാകണം. KYC പൂർത്തിയാക്കൽ എന്നത് വെറും ഒരിക്കൽ മാത്രം ചെയ്യേണ്ട പ്രക്രിയയാണ്. നിങ്ങൾക്ക് വെറും ഒരിക്കൽ മാത്രം KYC ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും, ഏതെങ്കിലും സ്കീമിലോ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഓരോ തവണയും KYC ചെയ്യേണ്ടതില്ല. ഇത് വെറും ഒരിക്കൽ മാത്രം ചെയ്യേണ്ട പ്രക്രിയയാണ്. പക്ഷേ ഇത് എല്ലാ നിക്ഷേപകരും നിർബന്ധമായും പാലിക്കേണ്ട ഒരു പ്രക്രിയയാണ്. വ്യക്തിഗത നിക്ഷേപകനായാലും വ്യക്തിഗതമല്ലാത്ത നിക്ഷേപകനായാലും KYC എല്ലാവർക്കും നിർബന്ധമാണ്. FATCA ഡീറ്റെയിൽസ്. FTCA ഇന്ത്യയിൽ ടാക്സ് ബാധ്യതയില്ലാതെ മറ്റേതെങ്കിലും രാജ്യത്താണ് ടാക്സ് ബാധ്യതയുള്ള വ്യക്തിഗത നിക്ഷേപകർക്ക് അവരുടെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. ഇത് FATCA ഡീറ്റെയിൽസ് എന്നാണ് വിളിക്കുന്നത്. FTCA അർഹരായവർക്കും ഗാർഡിയന്മാർക്കും ബാധകമാണ്. അവരുടെ ജന്മദേശം അല്ലെങ്കിൽ ടാക്സ് റെസിഡൻസി ഇന്ത്യയല്ലാതെ മറ്റേതെങ്കിലും രാജ്യമായ അപേക്ഷയിൽ അധിക വിവരങ്ങൾ ആവശ്യപ്പെടുന്നു. അതാണ് ഫോറിൻ അക്കൗണ്ട് ടാക്സ് കംപ്ലയിൻസ് ആക്ട് FATCA എന്നും കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് CRS എന്നും വിളിക്കുന്നത്. ആവശ്യമായ വിവരങ്ങൾ എന്നത് ജനനസ്ഥലം, ജനനഗരം, ജനനരാജ്യം, അതിനോടൊപ്പം അവന്റെ നാഷണാലിറ്റിയുമാണ്. ഏത് രാജ്യമാണ് ജനനരാജ്യമെങ്കിൽ അതാണ് ഇവിടെ നൽകേണ്ടത്. ഈ രാജ്യത്തിന്റെ ടാക്സ് റെസിഡൻസി ഇന്ത്യയല്ലാത്ത മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ അതിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് തിരഞ്ഞെടുക്കണം. അവൻ യെസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ ടാക്സ് പേയർ ആയിരിക്കുന്ന ആ രാജ്യത്തിന്റെ ID നമ്പർ നൽകേണ്ടതുണ്ട്. ഇന്ത്യയല്ലാത്ത മറ്റൊരു രാജ്യത്തിൽ നിങ്ങൾ ടാക്സ് റെസിഡന്റ് ആണെങ്കിൽ ഇതൊരു നിർബന്ധിത പ്രക്രിയയാണ്. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ. എല്ലാ ഇൻവെസ്റ്റർമാർക്കും അവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അപേക്ഷാ ഫോമിനോടൊപ്പം നൽകുന്നത് നിർബന്ധിതമാണ്. നാം അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും നൽകേണ്ടതുണ്ട്. റദ്ദാക്കിയ ചെക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപത്തിനായി നൽകുന്ന ചെക്ക് തന്നെയാണ് ബാങ്ക് വിശദാംശങ്ങളിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ബാങ്ക് വിശദാംശങ്ങൾ നിർബന്ധിതമാണ്. ഏത് തരത്തിലുള്ള നിക്ഷേപകനായാലും അവൻ തന്റെ ബാങ്ക് വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് നിക്ഷേപ വിശദാംശങ്ങൾ ഉണ്ട്, അതായത് നിങ്ങൾ നൽകുന്ന ചെക്കിന്റെ ബാങ്ക് വിശദാംശങ്ങൾ. കൂടാതെ മറ്റൊരു ഭാഗത്ത് റിഡംപ്ഷൻ സംബന്ധിച്ച ബാങ്ക് വിശദാംശങ്ങളും ഉണ്ട്. അതായത് നിങ്ങൾക്ക് റിഡംപ്ഷൻ മറ്റൊരു ബാങ്കിൽ വേണമെങ്കിൽ അതും അവിടെ പ്രത്യേകം വ്യക്തമാക്കേണ്ടതും അതിന്റെ പിന്തുണയ്ക്കുള്ള ഡോക്യുമെന്റുകളും നൽകേണ്ടതുമാണ്. അതിനാൽ റിഡംപ്ഷനുമായി ബന്ധപ്പെട്ട ബാങ്ക് നിങ്ങൾക്ക് വേറെയാണെങ്കിൽ അതിനായി ക്യാൻസൽ ചെയ്ത ചെക്ക് അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ പകർപ്പ് MC ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനാൽ ഈ രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്കുകൾ പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയും. യൂണിറ്റ് ഹോൾഡിംഗ് ഓപ്ഷനിൽ നിങ്ങളുടെ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഫിസിക്കൽ ഫോമിലോ ഡിമാറ്റിലോ എടുക്കാൻ കഴിയും. നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന എല്ലാ യൂണിറ്റുകളുടെയും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകപ്പെടും. ആ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് എത്ര യൂണിറ്റുകൾ അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മൂല്യം എത്രയാണെന്ന്, നിങ്ങൾ SAB ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും ഉൾപ്പെടെ കാണിക്കും. പക്ഷേ നിങ്ങൾ ഫോമിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ നൽകുന്നുവെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ യൂണിറ്റുകൾ നിങ്ങളുടെ ഡിമാറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ, എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നൽകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ ആപ്ലിക്കേഷൻ ഫോമിൽ നൽകാം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഡിമാറ്റ് വിശദാംശങ്ങൾ നൽകുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ യൂണിറ്റുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലും കാണാൻ കഴിയും. അതിനാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും നിങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് ഫിസിക്കൽ ഫോമിൽ യൂണിറ്റുകൾ കാണണമോ അല്ലെങ്കിൽ ഡിമാറ്റിലും യൂണിറ്റുകൾ എടുക്കണമോ എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അടുത്ത വിഷയം നോമിനേഷൻ ആണ്. ഒരു ഇൻവെസ്റ്റർക്ക് 3 നോമിനികളെ നിശ്ചയിക്കാൻ കഴിയും. ഒരു ഇൻവെസ്റ്റർക്ക് 3 നോമിനികളെ വരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും. കൂടാതെ നോമിനേഷൻ ശതമാനം എത്ര വേണമെന്ന് തീരുമാനിക്കാനും കഴിയും. 3 നോമിനികളെ ചേർത്താൽ ഓരോരുത്തർക്കും 33.33% വീതം ലഭിക്കും.
നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളിന് 50% നൽകണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അവരിൽ ഒരാളിന് 50% നൽകാനും ശേഷിച്ച 2 പേർക്കും ബാക്കി ശതമാനം നൽകാനും കഴിയും. അതിനാൽ ഈ ശതമാനമാണ് നിർണ്ണയിക്കുന്നത്. ഒരു ഇൻവെസ്റ്ററിന് ഒരേ ഒരു നോമിനി മാത്രമുണ്ടെങ്കിൽ മുഴുവൻ 100% അവനാണ് ലഭിക്കുക. അതിനാൽ ഒരു ഇൻവെസ്റ്റർക്ക് ബാങ്കിൽ പരമാവധി 3 നോമിനികളെ നിശ്ചയിക്കാം. കൂടാതെ ഓരോ നോമിനിക്കും എത്ര ശതമാനം നൽകണമെന്ന് അവൻ തീരുമാനിക്കാനും കഴിയും. മിനിമം ഇൻവെസ്റ്റ്മെന്റ് സ്കീം നോക്കൂ. ഒരു സ്കീമിൽ എത്രയാണ് കുറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന്. ഇത് വളരെ വ്യക്തമായി എസ്ഡിയിലും കിംലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കമ്പനി തോറും മ്യൂച്വൽ ഫണ്ട് കമ്പനി തോറും വ്യത്യാസപ്പെടാം. എന്നാൽ മിക്ക മ്യൂച്വൽ ഫണ്ടുകളും ഏകദേശം 5000 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയി സ്വീകരിക്കുന്നത്. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഞാൻ പറയുന്നത്. എസ്ബി കുറഞ്ഞത് 500 രൂപ മുതൽ ആരംഭിക്കാം. എന്നാൽ ഇത് വ്യത്യാസപ്പെടാം. അത് ഓരോ എംസിയിലും ആശ്രയിച്ചിരിക്കും. എന്നാൽ നിങ്ങളുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ എന്താണെങ്കിലും അത് നിങ്ങൾ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിലും സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിലും പ്രസിദ്ധീകരിക്കണം. ഇപ്പോൾ നാം ചില തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ കുറിച്ച് സംസാരിക്കാം. ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ ഏവയൊക്കെയാകാം എന്ന് നോക്കാം. ഏതായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇനിഷ്യൽ പർച്ചേസ് ആകാം. അത് നിങ്ങൾ NFOയിലോ അല്ലെങ്കിൽ ആദ്യമായി ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലോ ചെയ്യാം. അത് NFO ആണെങ്കിൽ ആ NFO പ്രോസസ് ചെയ്യപ്പെടും. ഞാൻ നിങ്ങളോട് ഇതിനകം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ 15 ദിവസത്തേക്ക് NFO തുറക്കപ്പെടുന്നു എന്നും അതിൽ നിന്ന് നിങ്ങൾക്ക് യൂണിറ്റുകൾ വാങ്ങാൻ കഴിയുന്നതും. മറ്റൊന്നായി, ഒരു സ്കീം ഇതിനകം ഓപ്പൺ എൻഡഡ് ആയി മാർക്കറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ആദ്യമായി പർച്ചേസ് ചെയ്യുമ്പോഴും KYC നൽകി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പർച്ചേസുകളും അതാണ് ഫസ്റ്റ് പർച്ചേസ്, ആദ്യത്തെ പർച്ചേസ് എന്ന് വിളിക്കുന്നത്. അതിനായി നിങ്ങൾക്ക് KYC നൽകേണ്ടതുണ്ട്. KYC ഡോക്യുമെന്റുകളും ബാങ്ക് വിശദാംശങ്ങളും നൽകേണ്ടതുണ്ട്. അതിനുശേഷം പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് നമ്പർ അലോട്ട് ചെയ്യപ്പെടും. അതാണ് ഫസ്റ്റ് ടൈം പർച്ചേസ്, ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് അഡീഷണൽ പർച്ചേസ് ആണ്. ഇതും ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. നിങ്ങളുടെ ആദ്യത്തെ പർച്ചേസ് കഴിഞ്ഞു. ഇനി കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുഴുവൻ ഫോം വീണ്ടും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീണ്ടും KYC ചെയ്യേണ്ടതുമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടത് അധികം ഒന്നുമില്ല. അധികം പർച്ചേസ് ചെയ്യാനുള്ള സ്ലിപ്പ്, അതായത് ട്രാൻസാക്ഷൻ സ്ലിപ്പ്, അത് പൂരിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ആ സ്ലിപ്പ് പൂരിപ്പിച്ച് അതിനൊപ്പം ചെക്ക് മാത്രം നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പൂർത്തിയാകും. അതിനാൽ അധികം പർച്ചേസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അതിനുശേഷം വരുന്നത് റിഡംഷനാണ്. നോക്കൂ, റിഡംഷൻ എന്നത് നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീമിലും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എക്സിറ്റ് ലോഡ് ഇല്ലാത്ത സ്കീമിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് റിഡംഷൻ ചെയ്യാം. എങ്കിൽ എക്സിറ്റ് ലോഡ് ഉള്ള സ്കീമിൽ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സിറ്റ് ലോഡ് നൽകേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ റിഡംഷൻ ചെയ്യാം. അത് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപകരിലേക്ക് വ്യത്യാസപ്പെടും. പക്ഷേ നിങ്ങൾക്ക് റിഡംഷൻ ചെയ്യാൻ കഴിയും. റിഡംഷനിനായി നിങ്ങൾക്ക് ബാങ്ക് വിശദാംശങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ഫോളിയോയിലോ പേഔട്ട് ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഡംഷൻ ലഭിക്കും. ഉദാഹരണത്തിന്, ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ബാങ്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് റിഡംഷൻ റിക്വസ്റ്റ് നൽകേണ്ടതുണ്ട്. ഇരുവിധവും ഒരേ സമയം നടക്കില്ല. സാധാരണമായി പറയുമ്പോൾ അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിഡീം ചെയ്യാൻ കഴിയും. ഏത് സമയത്തും അത് നിങ്ങളുടെ പണമാണ്. ഇപ്പോൾ നാം സ്വിച്ച് സംബന്ധിച്ച് സംസാരിക്കാം. നോക്കൂ, സ്വിച്ച് എന്നത് ഒരു സ്കീമിൽ നിന്ന് റിഡംഷനും മറ്റൊരു സ്കീമിൽ പർച്ചേസും ആണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് MCയുടെ അകത്ത് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഒരു സ്കീമിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് മറ്റൊരു സ്കീമിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷനാണ് സ്വിച്ച് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ലിക്വിഡ് ഫണ്ടിൽ പണം നിക്ഷേപിച്ചിരുന്നുവെന്ന് കരുതൂ. എന്നാൽ മാർക്കറ്റിന്റെ അവസ്ഥകൾ കണക്കിലെടുത്ത് മാർക്കറ്റ് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പണം ഇക്വിറ്റിയിൽ സ്വിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് പുറത്തു വന്ന് അതേ മ്യൂച്വൽ ഫണ്ടിന്റെ ഏതെങ്കിലും ഇക്വിറ്റി സ്കീമിലേക്ക് പോകുമ്പോൾ അതിനെ സ്വിച്ച് ചെയ്യൽ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ റിഡംഷൻ ലിക്വിഡ് സ്കീമിൽ രേഖപ്പെടുത്തും. കൂടാതെ നിങ്ങളുടെ വാങ്ങൽ പുതിയ സ്കീമിൽ കണക്കാക്കും. നിങ്ങൾ വാങ്ങുന്ന സ്കീമിലാണ് ഈ വാങ്ങൽ കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ഇവിടെ 2 ട്രാൻസാക്ഷനുകൾ ഉണ്ടാകും. അതിനാൽ ഈ പ്രക്രിയയെ സ്വിച്ച് എന്ന് വിളിക്കുന്നു. ഇത് ഒരു പ്രത്യേക MCയുടെ കീഴിൽ മാത്രമേ സാധിക്കൂ. നിങ്ങൾക്ക് ഒരു MCയിൽ നിന്ന് മറ്റൊരു MCയിലേക്ക് സ്വിച്ച് റിക്വസ്റ്റ് നൽകാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു MCയിൽ നിന്ന് റിഡംഷൻ നടത്തണം. പിന്നെ രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ വാങ്ങൽ നടത്തണം. അത് സ്വിച്ച് ട്രാൻസാക്ഷൻ അല്ല. സ്വിച്ച് ട്രാൻസാക്ഷനുകൾ MCയുടെ അകത്താണ് നടക്കുന്നത്. ഇപ്പോൾ നാം പേയ്മെന്റ് മെക്കാനിസം സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. എന്തെല്ലാം പേയ്മെന്റ് മെക്കാനിസങ്ങളാണ് നമ്മൾ വഴി പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നത്? ഉദാഹരണത്തിന്, ആദ്യം തന്നെ ഓൺലൈൻ പേയ്മെന്റ് വരുന്നു. കാണൂ, ആദ്യം തന്നെ ഓൺലൈൻ പേയ്മെന്റ് വരുന്നു. ഇന്ന് കോവിഡ് കഴിഞ്ഞ് 90% ട്രാൻസാക്ഷനുകളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. മുൻപ് കോവിഡ് വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചിരുന്നത്? ഏകദേശം 90% ട്രാൻസാക്ഷനുകളും ഓഫ്ലൈനായാണ് നടക്കുന്നത്. നിങ്ങൾ ഫോം പൂരിപ്പിച്ച് നൽകുകയായിരുന്നു. അതിനൊപ്പം നിങ്ങൾ ചെക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ അയക്കപ്പെടും. പിന്നെ യൂണിറ്റുകൾ അലോട്ട് ചെയ്യപ്പെടും. പക്ഷേ ഇപ്പോൾ എല്ലാം മറിച്ചാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 90%ലധികം ട്രാൻസാക്ഷനുകളും ഓൺലൈനായാണ് നടക്കുന്നത്. കാരണം നിക്ഷേപ ഓപ്ഷനുകൾ ഇത്രയും കൂടുതലായി വന്നിരിക്കുന്നു.
നമുക്ക് ഇത്രയും സൗകര്യം ലഭിച്ചിരിക്കുന്നു. നമുക്ക് സൗകര്യപ്രദമായ ഓപ്ഷനുകൾ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നത് ഇപ്പോൾ വളരെ എളുപ്പമായിരിക്കുന്നു. അതിനാലാണ് ഇത്രയും ഓപ്ഷനുകൾ ഉള്ളത്. നമുക്ക് പലതരം ഓപ്ഷനുകൾ ലഭ്യമാണ്. അതിനാൽ നാം ഓൺലൈനായി ട്രാൻസാക്ഷനുകൾ ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഓൺലൈനായി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകൾ വാങ്ങാൻ കഴിയും. ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിംഗ് ആവശ്യമുണ്ട്. അതിനാലാണ് നിങ്ങൾ ഓൺലൈനായി നിക്ഷേപം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിരവധി നിക്ഷേപ ഓപ്ഷനുകൾ നൽകുന്നത്. അതിൽ ഒന്നാണ് ഇന്റർനെറ്റ് ബാങ്കിംഗ്. നിങ്ങൾ പേയ്മെന്റ് പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. കൂടാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്ക് നേരിട്ട് അതിലേക്ക് പോകും. അത് അതേ ബാങ്കിന്റെ നെറ്റ് ബാങ്കിംഗ് തുറക്കും. നിങ്ങൾ അവിടെ നിന്ന് പേയ്മെന്റ് നടത്തും. നിങ്ങളുടെ പേയ്മെന്റ് പൂർത്തിയായ ഉടനെ നിങ്ങൾക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്യുകയും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും. മൊബൈൽ ബാങ്കിംഗ് എന്നത് ഒരു വിധത്തിൽ നിക്ഷേപ സൗകര്യമാണ്. നാം മൊബൈൽ ഉപയോഗിച്ചും നിക്ഷേപം ചെയ്യാൻ കഴിയും. അതിനാൽ നാം നമ്മുടെ മൊബൈൽ വഴി നിക്ഷേപം ചെയ്യുമ്പോൾ ഇത് മൊബൈൽ ബാങ്കിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഇന്ന് നമ്മൾക്കുള്ള വളരെ എളുപ്പവും സൗകര്യപ്രദവുമായ ഒരു ഓപ്ഷനാണ്. മൊബൈൽ വഴി നിക്ഷേപം ചെയ്യുന്നത് ഇന്ന് വളരെ എളുപ്പമാണെന്ന് കരുതപ്പെടുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ, ഉദാഹരണത്തിന് BSEയും NSEയും, മുൻ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. BSE എന്നത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവർക്കൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെ നാം BSE സ്റ്റാർ ആൻഡ് മെസ്റ്റ് എന്ന പേരിലാണ് അറിയുന്നത്. NSEക്ക് NSE പ്ലാറ്റ്ഫോം 2ഉം ഉണ്ട്. അതിനെ NSE 2 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിഗത നിക്ഷേപകൻ ഇവയുടെ പ്ലാറ്റ്ഫോം വഴി നിക്ഷേപം നടത്തുമ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം വഴി നിക്ഷേപം നടത്തുമ്പോഴും അതിനെ നാം ഇൻവെസ്റ്റ്മെന്റ് വെൽത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട വിഷയം ODM ആണ്. ഇത് നിക്ഷേപ ഓപ്ഷന്റെ ഭാഗമാണ്. ODM എന്നത് വൺ ടൈം മാൻഡേറ്റ് എന്നർത്ഥമാണ്. നാം നമ്മുടെ ബാങ്കിന് ഒരു മാൻഡേറ്റ് നൽകുമ്പോൾ, അതായത് ഒരു പ്രത്യേക ഇടപാട് നടത്താൻ ബാങ്കിന് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ, ഞാൻ ഇടപാട് ചെയ്യുമ്പോൾ ആ തുക ഡിഡക്റ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ സ്കീമിലേക്ക് അയക്കണമെന്ന് ഫിൽ ചെയ്ത് നൽകുമ്പോൾ അതാണ് ODM ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. സാധാരണയായി ODM സംഭവിക്കുന്നത് SIPകളിലാണ്. നാം ODM ഫോം പൂരിപ്പിച്ച് നൽകുന്നു. ആ ഫോം ബാങ്കിലേക്ക് പോകുന്നു. അർത്ഥം, എപ്പോഴെങ്കിലും നമ്മുടെ SIP നടക്കുമ്പോൾ, ഏതെങ്കിലും പർച്ചേസ് ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും SIP നടക്കുമ്പോൾ ആ ODM അവിടെ ഉപയോഗിക്കും. ബാങ്ക് ഉടൻ നിങ്ങളുടെ പണം ഡെബിറ്റ് ചെയ്ത് സ്കീമിലേക്ക് അയക്കും. അതുതന്നെയാണ് ODM ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇന്ന് നടക്കുന്ന എല്ലാ SIPകളിലും ODM ഉപയോഗിക്കുന്നു. ഒരു വിധത്തിൽ ഇത് നിർബന്ധിതമായിരിക്കുന്നു. ODM വഴി നിങ്ങൾക്ക് വലിയതും പ്രശ്നരഹിതവുമായ ട്രാൻസാക്ഷനുകൾ നടത്താൻ കഴിയും. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ODM നൽകേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 1000 രൂപയുടെ SIP നടത്തേണ്ടതാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ODM ഫോം പൂരിപ്പിച്ചു. അത് ബാങ്കിലേക്ക് പോയി. ഇനി ഓരോ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് നിങ്ങളുടെ സ്കീമിലേക്ക് വരും. അതുവഴി നിങ്ങളുടെ നിക്ഷേപം തുടർന്നുകൊണ്ടിരിക്കും. അതുതന്നെയാണ് ODM സൗകര്യം. കൂടാതെ മറ്റ് പേയ്മെന്റ് സംവിധാനങ്ങൾ ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെക്കിലൂടെയും നിക്ഷേപം നടത്താം. നിങ്ങൾ നിക്ഷേപ ഫോം നൽകുമ്പോൾ അതിനൊപ്പം ഒരു ചെക്ക് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകാനും കഴിയും. മ്യൂച്വൽ ഫണ്ട് കമ്പനി ഈ രണ്ടും സ്വീകരിക്കുന്നു, അതായത് ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റും. ഇപ്പോൾ നാം കട്ട് ഓഫ് ടൈമിംഗും ടൈം സ്റ്റാമ്പ് ചെയ്തുമാണ് സംസാരിക്കുന്നത്. ഒരു ടേബിൾ ഉപയോഗിച്ച് ഞാൻ ഇത് നിങ്ങൾക്ക് വിശദീകരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ തീർച്ചയായും വരാറുണ്ട്. ചെറിയ കാണാം അത് എന്താണെന്ന്. ഈ ടേബിൾ വഴി നാം മനസ്സിലാക്കാം സ്കീമിന്റെ തരം, ഇക്വിറ്റി ഓറിയന്റ് സ്കീം, ഡെറ്റ് ഫണ്ടുകൾ, ലിക്വിഡ് ഫണ്ടുകൾ ഒഴികെ ഏതെങ്കിലും തുകയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട്. ഇവിടെ നോക്കൂ, പർച്ചേസ് ചെയ്യാനും സ്വിച്ച് ചെയ്യാനും കട്ട് ഓഫ് ടൈം 03:00 മണിയാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. കൂടാതെ അപേക്ഷ ലഭിക്കുന്ന സമയത്തെ ആശ്രയിക്കാതെ പ്രയോഗിക്കാവുന്ന NAV ആണ് ബാധകമാകുന്നത്. ഫണ്ടുകൾ ഉപയോഗിക്കാൻ ലഭ്യമായ ബിസിനസ് ദിവസത്തിലെ NAV ആണ് ബാധകമാകുന്നത്. നിങ്ങൾ ഒരു ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമിലോ ഡെറ്റ് ഫണ്ടിലോ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ, കൂടാതെ നിങ്ങൾ 03:00 മണിക്ക് മുമ്പ് പർച്ചേസ് അല്ലെങ്കിൽ സ്വിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ, അപേക്ഷ ലഭിക്കുന്ന സമയത്തെ ആശ്രയിക്കാതെ നിങ്ങളുടെ പണം മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് എത്തുന്ന ദിവസം ആ ദിവസത്തെ NAV നിങ്ങൾക്ക് അനുവദിക്കപ്പെടും. അതിനാൽ വളരെ വ്യക്തമാണ്, ഇക്വിറ്റി ഫണ്ടുകളും ഡെറ്റ് ഫണ്ടുകളും ലിക്വിഡ് ഫണ്ടുകൾ ഒഴികെ നിങ്ങൾ പർച്ചേസ് അല്ലെങ്കിൽ സ്വിച്ചിങ് 03:00 മണിക്ക് മുമ്പ് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പണം ഏത് ദിവസവും എത്തുകയാണോ ആ ദിവസം തന്നെ നിങ്ങൾക്ക് NAV അലോട്ട് ചെയ്യപ്പെടും. 03:00 മണിയാണ് ആ ദിവസത്തെ കട്ട് ഓഫ് ടൈം സ്റ്റാമ്പ്. നിങ്ങൾ ഇന്ന് 03:00 മണിക്ക് മുമ്പ് അപേക്ഷയും നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് 03:00 മണിക്ക് മുമ്പ് നിങ്ങളുടെ പണവും എത്തിയിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി, ഡെറ്റ് സ്കീമുകളിൽ അതേ ദിവസം തന്നെ നിങ്ങൾക്ക് NAV അലോട്ട് ചെയ്യപ്പെടും. ഇപ്പോൾ നോക്കാം ലിക്വിഡ് സ്കീമിൽ അഥവാ ലിക്വിഡ് ഫണ്ടുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. നോക്കൂ, മറ്റു പർച്ചേസ് അല്ലെങ്കിൽ സ്വിച്ച്, നിങ്ങൾ ഏതെങ്കിലും പർച്ചേസ് നൽകുകയോ സ്വിച്ച് ചെയ്യുകയോ ചെയ്താൽ കട്ട് ഓഫ് ടൈമിംഗ് 01:30 മണി.
നിങ്ങൾ 01:30 മണിക്ക് മുമ്പ് ലിക്വിഡ് ഫണ്ടിൽ പർച്ചേസ് അല്ലെങ്കിൽ സ്വിച്ച് നൽകിയാൽ കട്ട് ഓഫ് ടൈമിന് മുമ്പ് അത് എത്തിയാൽ ഫണ്ടുകളും കട്ട് ഓഫ് ടൈമിന് മുമ്പ് ഉപയോഗിക്കാൻ ലഭ്യമായാൽ അപ്പോൾ ആപ്ലിക്കേഷൻ ലഭിച്ച ദിവസത്തിന് മുൻപുള്ള ദിവസത്തെ NAV നെറ്റ് ആസറ്റ് വാല്യൂ ആണ് പ്രയോഗിക്കപ്പെടുന്നത്. അർത്ഥം നിങ്ങൾ ആ ദിവസം 01:30 മണിക്ക് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. 01:30 മണിക്ക് മുമ്പ് നിങ്ങളുടെ പണം മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ എത്തിച്ചേരുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിന് മുൻപുള്ള ദിവസത്തെ NAV നൽകപ്പെടും, അലോട്ട് ചെയ്യപ്പെടും. മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ ലിക്വിഡ് സ്കീമുകളിലേക്കോ വരുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ ലിക്വിഡ് സ്കീമിലോ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ 01:30 മുമ്പ് സ്കീമിലേക്ക് പണം അയക്കുകയോ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുകയും MCA നിങ്ങളുടെ പണം എത്തിയതായി അംഗീകരിക്കുകയും ചെയ്താൽ അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയ ദിവസത്തിന് മുമ്പുള്ള ദിവസത്തെ NAV നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെടും. ഇതായിരുന്നു ലിക്വിഡ് സ്കീമിന്റെ പ്രോസസ്സ്. ഇവയായിരുന്നു പർച്ചേസ് ട്രാൻസാക്ഷനുകൾ. ഇപ്പോൾ നമുക്ക് നോക്കാം റിഡംഷൻ ട്രാൻസാക്ഷനുകൾ എങ്ങനെ നടക്കുന്നു എന്ന്. അവയുടെ കട്ട് ഓഫ് ടൈമിംഗുകൾ എന്താണ് എന്നതും ഒരു ടേബിളിലൂടെ മനസ്സിലാക്കാം. ഈ ടേബിൾ നോക്കാം. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകളും ഡെറ്റ് ഫണ്ടുകളും, ലിക്വിഡ് ഫണ്ടുകൾ ഒഴികെയുള്ള റിഡംഷനും സ്വിച്ച് ഔട്ടും. വീണ്ടും 3 മണിയാണ് കട്ട് ഓഫ് ടൈം. കട്ട് ഓഫ് സമയത്തിന് മുമ്പ് ലഭിച്ചാൽ അതേ ദിവസം തന്നെ ഷിപ്പ്. നിങ്ങൾ 3 മണിക്ക് മുമ്പ് അപേക്ഷ നൽകിയാൽ അതേ ദിവസത്തെ നെറ്റ് ആസറ്റ് വാല്യൂ NAV ലഭിക്കും. റിഡംഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്കീമിലായാലും റിഡംഷൻ ചെയ്യാൻ കഴിയും, അത് ഇക്വിറ്റി ആകട്ടെ അല്ലെങ്കിൽ ഡെറ്റായാകട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടിന്റെ സ്കീമുകളിൽ നിന്ന് റിഡംഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ 3 മണിക്ക് മുമ്പ് നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ ദിവസത്തെ നെറ്റ് ആസറ്റ് വാല്യൂ NAV ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ അപേക്ഷ 3 മണിക്ക് മുമ്പ് എത്തിച്ചിരിക്കണം. 3 മണിക്ക് മുമ്പ് അപേക്ഷ നൽകിയാൽ അതേ ദിവസത്തെ NAV നിങ്ങളുടെ റിഡംഷൻ പ്രോസസ് ചെയ്യും. എന്നാൽ 3 മണിക്ക് ശേഷം അപേക്ഷ നൽകിയാൽ അടുത്ത ബിസിനസ് ദിവസത്തെ NAV റിഡംഷൻ ലഭിക്കും. ഇവിടെയാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നാം നോക്കാം ലിക്വിഡ് ഫണ്ടുകളുടെ റിഡംഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന്. ലിക്വിഡ് ഫണ്ടുകൾ റിഡംഷനും സ്വിച്ച് ഔട്ടും. ഇവിടെയും കട്ട് ഓഫ് ടൈം വീണ്ടും 3 മണിയാണ്. കട്ട് ഓഫ് സമയത്തിന് മുമ്പ് ലഭിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസത്തിന് തൊട്ടുമുമ്പുള്ള ദിവസം. അതിനാൽ നിങ്ങൾ 3 മണിക്ക് മുമ്പ് അപേക്ഷ നൽകിയാൽ അടുത്ത ബിസിനസ് ദിവസത്തിന് മുൻപുള്ള ദിവസം തന്നെ പരിഗണിക്കും. അപ്പോൾ റിഡംഷനും ലിക്വിഡ് സ്കീമിനും വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ നെറ്റ് ആസറ്റ് വാല്യൂ NAV ലഭിക്കും. ഈ അധ്യായത്തിലെ അടുത്ത വിഷയം KYC ഡോക്യുമെന്റുകളും KYC പ്രോസസ്സുമാണ്. KYC പ്രോസസ്സ് എന്താണ്? KYCക്കായി ആവശ്യമായ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ KYC ഒരു നിർബന്ധിത പ്രക്രിയയാണ്. ഇന്ന് SEBI നിർബന്ധമാക്കിയിരിക്കുന്നതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരും KYC പ്രോസസ്സ് അനിവാര്യമായി പൂർത്തിയാക്കണം. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ KYCക്കായി ആവശ്യമായ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. KYCക്കായി ആദ്യം ആവശ്യമായത് പാൻ കാർഡാണ്. അതിനാൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ആദ്യം തന്നെ പാൻ കാർഡ് നിർബന്ധമാണ്. അതിനാൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പാൻ കാർഡ് നൽകിയതിനു ശേഷം രണ്ടാമത്തേത് അഡ്രസ് പ്രൂഫ് ആണ്. അഡ്രസ് പ്രൂഫിനായി നിങ്ങൾക്ക് നൽകാവുന്ന ചില ഡോക്യുമെന്റുകളുടെ ലിസ്റ്റ് ഉണ്ട്. പാൻ കാർഡും അഡ്രസ് പ്രൂഫും KYCക്കായി നിർബന്ധമാണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, ഇമെയിൽ വിലാസം, മൊബൈൽ നമ്പർ, ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ എന്നിവ. ഇവയെല്ലാം KYCക്കായി ആവശ്യമാണ്. ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറും മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമാണ് നടത്തുന്നത്. നിങ്ങൾ നേരിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ. അതിനാൽ നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ മുൻപ് പൂർത്തിയാക്കേണ്ട പ്രക്രിയയാണ് KYC. ഇതായിരുന്നു KYC പ്രക്രിയ. ഇനി സിസ്റ്റമാറ്റിക് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് സംസാരിക്കാം. അതിൽ ആദ്യത്തെ ഓപ്ഷൻ SEP ആണ്. കാണൂ, SEP എന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് അർത്ഥം. ഒരു റീറ്റെയിലറിന് ഇതിൽക്കാൾ നല്ല നിക്ഷേപ ഓപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറയണം. ഇന്ന് ഇന്ത്യയിൽ ആരെങ്കിലും നിക്ഷേപം നടത്തുമ്പോൾ 90% നിക്ഷേപങ്ങൾ SEP വഴിയാണ് നടക്കുന്നത്. ഇന്ന് ഒരു റീറ്റെയിലറിന് SEP അത്ര മികച്ച ഒരു ഓപ്ഷനായി മാറിയിരിക്കുന്നു. സേവിങ്സ് ചെയ്യാൻ ഇത് വളരെ ആവശ്യമാണ്. നിങ്ങൾ എന്തെങ്കിലും സംരക്ഷിച്ചാൽ അതിൽ നിങ്ങൾ നിക്ഷേപം നടത്താം. പ്രത്യേകിച്ച് നിങ്ങൾ SEP വഴി നിക്ഷേപം ചെയ്താൽ നിങ്ങളുടെ പണം വളരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്ക് എക്സാക്റ്റായി SEP എന്താണെന്ന് മനസ്സിലാക്കാം. കാണൂ, ആദ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു SEP ഒരു പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. SEP രൂപി കോസ്റ്റ് അവറേജിംഗ് പ്രിൻസിപ്പിളിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇത് നിങ്ങളുടെ ചെലവ് ശരാശരിയാക്കുന്നു. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇന്ന് 1 കിലോ തക്കാളിയുടെ വില 200 രൂപയായി. ഇപ്പോൾ നിങ്ങൾ 1 കിലോ തക്കാളി 200 രൂപയ്ക്ക് വാങ്ങി.
അടുത്ത മാസം മാർക്കറ്റിൽ തക്കാളിയുടെ വില കുറയാം, അതിനാൽ തക്കാളി 100 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങും. പിന്നെ അടുത്ത മാസം നിങ്ങൾ വീണ്ടും 100 രൂപയ്ക്ക് തക്കാളി വാങ്ങും. ഇപ്പോൾ നിങ്ങൾ 1 കിലോ 200 രൂപയ്ക്ക് വാങ്ങി, പിന്നെ അടുത്ത മാസം വില കുറഞ്ഞതുകൊണ്ട് മറ്റൊരു കിലോയും 100 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ നിങ്ങളുടെ ശരാശരി വില എത്രയാകും? ഇവിടെ 2 കിലോയുടെ ശരാശരി വില 150 രൂപയായി. ഇനി ഉദാഹരണത്തിന്, 3-ാം മാസം മാർക്കറ്റിൽ വില വീണ്ടും 200 രൂപയിലേക്ക് എത്താം, അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ ടമാറ്റിന്റെ മാർക്കറ്റ് വില വീണ്ടും 200 രൂപയിലേക്ക് എത്തിയാൽ ആ സാഹചര്യത്തിൽ എന്താകും സംഭവിക്കുക? നിങ്ങളുടെ ലാഭം എത്രയാകും? ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിലോയ്ക്ക് 50 രൂപ ലാഭം ലഭിക്കും. നിങ്ങൾക്ക് 100 രൂപ ലാഭം ലഭിച്ചത് താഴെയുള്ള വിലയിൽ വാങ്ങിയതുകൊണ്ടാണ്. ഇതേ കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും സംഭവിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഒരു സ്കീമിൽ എസ്ഐപി ചെയ്യുമ്പോൾ ആ സ്കീമിൽ നിങ്ങൾ ഓരോ മാസവും എസ്ഐപി ചെയ്യുന്നു. ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഡിഡക്റ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് പോകുന്നു. മാർക്കറ്റ് കണ്ടീഷൻ മാർക്കറ്റ് താഴേക്ക് പോയാൽ പോലും നിങ്ങൾ ഇന്ന് എസ്ഐപി എടുത്തു. അടുത്ത മാസം മാർക്കറ്റ് താഴേക്ക് പോയാൽ, മാർക്കറ്റ് എത്ര താഴേക്ക് പോയാലും നിങ്ങളുടെ എസ്ഐപി വീണ്ടും ഹിറ്റ് ചെയ്യും. അതിനാൽ നിങ്ങളുടെ ശരാശരി ചെലവ് കുറയുകയും താഴെയുള്ള ലെവലുകളിൽ കൂടുതൽ യൂണിറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ താഴെ വിലയിൽ വാങ്ങുമ്പോൾ മാർക്കറ്റ് എപ്പോഴെങ്കിലും മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കും. എസ്ഐപിയിൽ സാധാരണയായി കാണുന്നത് ഒരു ഇൻഡെക്സ് ലെവൽ 100 രൂപ ആണെങ്കിൽ ആ വർഷം മുഴുവൻ അത് താഴേക്ക് പോയി 80 രൂപ ആയി, പിന്നെ 70 രൂപ ആയി, 60 രൂപ വരെ താഴ്ന്നു. നിങ്ങൾ താഴെയുള്ള ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ ആ വർഷം അവസാനം അത് വീണ്ടും 100 രൂപ ആയി. അപ്പോൾ ഇൻഡെക്സ് ലെവൽ 100 രൂപ തന്നെയായിരിക്കാം, പക്ഷേ നിങ്ങൾ താഴെയുള്ള ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതിനാൽ നിങ്ങളുടെ നാവ് 80 രൂപ ആയിരിക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് 20 രൂപ ലാഭം ലഭിക്കുന്നതായിരിക്കും. അതിനാൽ ഒരു റീറ്റെയിലറിന് എസ്ഐപി ഏറ്റവും മികച്ച ഓപ്ഷനാണ്. കാരണം ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞതുപോലെ മാർക്കറ്റ് എത്രത്തോളം താഴേക്ക് പോകും അത്രത്തോളം എസ്ഐപിയിൽ ലാഭം ലഭിക്കും. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എസ്ഐപിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും. അതിനാൽ നിങ്ങളുടെ ശരാശരി വിലയും താഴേക്ക് വരും. അവസാനമായി നോക്കുമ്പോൾ ദീർഘകാലത്തിൽ മാർക്കറ്റുകൾക്ക് വളരാൻ മാത്രമേ വഴിയുള്ളൂ എന്ന് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിഫ്റ്റി 1000-ൽ നിന്ന് ആരംഭിച്ചു, നിഫ്റ്റി 2000-ൽ 1000-ന്റെ ലെവലിൽ നിന്ന് ആരംഭിച്ചു. ഇന്ന് നിഫ്റ്റി 2023-ൽ ഓടുന്നു. ഇന്ന് നിഫ്റ്റിയുടെ നിരക്ക് 20,000, 11,500 എന്നതാണ്. സെൻസെക്സ് 100 രൂപയിൽ തുടങ്ങി 1979. നിലവിൽ ഇത് സുരക്ഷ 5000 ലെവലിലാണ് വ്യാപാരം നടത്തുന്നത്. ഇടയിൽ എത്രയോ ഷോക്കുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. 2008-ൽ യുഎസിൽ സബ്പ്രൈം ക്രൈസിസ് സംഭവിച്ചപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞു. അതിനുശേഷം പല വർഷങ്ങളോളം റിട്ടേൺ ലഭിച്ചില്ല. ഇപ്പോൾ 2020-ലെ ഏറ്റവും പുതിയ ഉദാഹരണം കോവിഡ് നിങ്ങൾക്ക് കാണാം. ഇൻഡെക്സ് 35% താഴെ പോയപ്പോൾ എല്ലാ എസ്ഐപി ഇൻവെസ്റ്റർമാരുടെയും പണം വളർന്നു. അപ്പോൾ എല്ലാവരും അത്രയും സന്തോഷവാന്മാരായിരുന്നു. ആ മാർച്ചിലും ഏപ്രിലിലും മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ എസ്ഐപി ചെയ്തവർക്ക്, എത്ര എസ്ഐപി ഹിറ്റ് ചെയ്തവരുണ്ടോ അവർക്കെല്ലാം സെയിലിൽ കിട്ടിയതുപോലെയാണ്. 35% അവരുടേത്, അതായത് അവരുടെ NAV മൂല്യം താഴ്ന്നിരുന്നു. അതിനാൽ 100 രൂപയുടെ NAV 60 രൂപയ്ക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ 60 രൂപയ്ക്ക് വാങ്ങിയാൽ നിങ്ങളുടെ ചെലവ് 80 രൂപയായിരിക്കും, അല്ലേ? ഇന്നത് NAV 200 എന്നിങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ NAV നിങ്ങളുടെ ശരാശരി വിലയിലായിരിക്കും. അത് 80 രൂപയായിരിക്കാം. അതിനാൽ ഒരു എസ്ഐപിയിൽ നിക്ഷേപിക്കുന്നത് അതിനാലാണ് ലാഭകരം. കൂടാതെ എസ്ഐപി വളരെ ചെറിയ തുകയിലുമാണ് തുടങ്ങാൻ കഴിയുന്നത്. 1000 രൂപ മുതൽ എസ്ഐപി ആരംഭിക്കാം. 1000, 2000, 3000. നിങ്ങൾ ഓരോ മാസവും എത്രയും പണം സംരക്ഷിക്കുകയാണോ അത്രയും. നിങ്ങൾ എത്രയും സംരക്ഷിക്കാൻ കഴിയുന്ന പണം ബാങ്കിൽ വെക്കാതെ എസ്ഐപിയിൽ ഇടൂ. അങ്ങനെ ആ പണം വളർന്നു നിങ്ങൾക്ക് ലഭിക്കും. ദീർഘകാലത്തിൽ ഇത് തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തെ ഡാറ്റ എടുത്താൽ ഏകദേശം 18 മുതൽ 19% വരെ എസ്ഐപിയിൽ റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട്. 18 മുതൽ 18% വരെ കമ്പൗണ്ട് വാർഷിക വളർച്ചാ നിരക്ക് CAGR ആണ് എസ്ഐപിയിൽ നമ്മൾക്ക് ലഭിച്ചത്. അതിനാൽ വീണ്ടും പറയാം, റീറ്റെയിലർമാർക്ക് എസ്ഐപി ഏറ്റവും മികച്ച ഓപ്ഷനാണ്. നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നിക്ഷേപം നടത്തണം. നിങ്ങൾക്ക് ഒരു ശാസ്ത്രീയമായ രീതിയിൽ നിക്ഷേപം നടത്തേണ്ടതും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ലക്ഷ്യങ്ങളും എസ്ഐപിയിൽ നിക്ഷേപം ചെയ്ത് നേടാവുന്നതുമാണ്. ഇതായിരുന്നു എസ്ഐപി. അടുത്തത് സിസ്റ്റമാറ്റിക് വിത്ഡ്രോൾ പ്ലാനാണ്. നിങ്ങൾക്ക് ഒരു സ്കീമിൽ നിന്ന് സിസ്റ്റമാറ്റിക് വിത്ഡ്രോൾ ചെയ്യാനും കഴിയും. നിങ്ങൾക്ക് ഓരോ മാസവും റിഡംപ്ഷൻ നൽകാൻ ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഡേറ്റ് സ്കീമിൽ നിക്ഷേപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 10-12% വരുമാനം ലഭിക്കുകയാണെങ്കിൽ ആ 10% അല്ലെങ്കിൽ 9% വരുമാനം എത്രയാണോ അത്രയും പണം തിരികെ എടുക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ചില സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷനുകൾ നൽകാൻ കഴിയും. MCQ ഒരു ഫോമിൽ എഴുതി കൊടുത്താൽ എൻ്റെ 1000 രൂപ മാസം, 2000 രൂപ മാസം, അല്ലെങ്കിൽ 5000 രൂപ മാസം, 10 മാസം, 1,00,000 രൂപ എന്നിങ്ങനെ.
നിങ്ങൾക്ക് എത്ര തുക സിസ്റ്റമാറ്റിക്കായി പിൻവലിക്കണമെന്നാണോ ആ തുക ആ സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയും. ഇത് സിസ്റ്റമാറ്റിക് വിത്ത്ഡ്രോൾ പ്ലാൻ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ആണ്. ഒരു തുക സിസ്റ്റമാറ്റിക്കായി ഒരു സ്കീമിൽ നിന്ന് മറ്റൊരു സ്കീമിലേക്ക് ഏതെങ്കിലും കാലയളവിൽ മാറ്റുമ്പോൾ അതിനെ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഒരു സ്കീമിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ലിക്വിഡ് സ്കീമിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ മാസവും അവിടെ നിന്ന് കുറച്ച് തുക ഇക്വിറ്റി സ്കീമിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു STP ഫോം പൂരിപ്പിക്കാം. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിൽ ഉദാഹരണത്തിന് നിങ്ങൾ 1000 രൂപയുടെ ഫോം പൂരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ MCക്ക് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷനുകൾ നൽകി ഓരോ മാസവും ഈ ലിക്വിഡ് സ്കീമിൽ നിന്ന് 1000 രൂപ എടുത്ത് ഇക്വിറ്റി സ്കീമിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ഇടപാട് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ STP എന്ന് വിളിക്കപ്പെടും. കാരണം ഇത് സിസ്റ്റമാറ്റിക് ആയി നടക്കുന്നു. ഓരോ മാസവും ഒരു നിശ്ചിത തീയതിയിൽ നിങ്ങൾ ഫോമിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തുകയിലാണ് ഇത് നടക്കുന്നത്. അതിനാൽ അതാണ് STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിന്റെ പ്രക്രിയ. ഇപ്പോൾ നാം SAP ടോപ്പപ്പ് അതായത് SAP ടോപ്പപ്പ് സൗകര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ MCകളും SAP ടോപ്പപ്പ് സൗകര്യം നൽകുന്നുണ്ട് എന്ന് കാണാം. SAP ടോപ്പപ്പ് സൗകര്യം എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ SAP എത്ര തുകയിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ഒരു നിശ്ചിത കാലയളവിന് ശേഷം, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വർഷത്തേക്ക് 1000 രൂപയുടെ SAP രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കരുതൂ. പിന്നെ 13ാം മാസത്തിൽ നിന്ന് നിങ്ങളുടെ 1000 രൂപയുടെ SAP 2000 രൂപയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതേ ഫോമിൽ തന്നെ നിങ്ങൾ എഴുതാം 12ാം മാസത്തിന് ശേഷം, അതായത് 13ാം മാസത്തിൽ നിന്ന് എനിക്ക് 1000 രൂപയുടെ SAP വേണ്ട, 2000 രൂപയുടെ SAP വേണം എന്ന്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ SAP ടോപ്പപ്പ് ആയിരിക്കും. അടുത്ത മാസം മുതൽ നിങ്ങളുടെ SAP തുടങ്ങുന്നത് 2000 രൂപയിലായിരിക്കും. ഇതാണ് SAP ടോപ്പപ്പിന്റെ പ്രക്രിയ. അത് വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ്. യൂണിറ്റുകൾ പ്ലെഡ്ജ് ചെയ്യൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ചില യൂണിറ്റുകൾ ചില NBFCകളോടോ ബാങ്കുകളോടോ പ്ലെഡ്ജ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ സാധാരണയായി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പ്ലെഡ്ജ് ചെയ്യാൻ കഴിയുന്നുവെന്ന് കാണാം. NBFCകളിലും ബാങ്കുകളിലും പ്ലെഡ്ജ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾക്ക് എതിരായി ലീൻ മാർക്ക് ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനും കഴിയും. അതിനാൽ ഈ മുഴുവൻ പ്രക്രിയ ബാങ്ക് NBFC വ്യത്യാസപ്പെടുന്നു. പക്ഷേ നിങ്ങൾക്ക് ക്ലീൻ മാർക്ക് ചെയ്യുകയോ പ്ലെഡ്ജ് ചെയ്യുകയോ ചെയ്ത് യൂണിറ്റുകൾക്ക് എതിരായി ലോൺ എടുക്കാൻ കഴിയും. പക്ഷേ ക്ലീൻ മാർക്ക് ഉണ്ടാകുന്നിടത്തോളം, പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നിടത്തോളം ആ സ്കീമിൽ നിന്ന്, ആ പ്രത്യേക സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് റിഡംഷൻ ചെയ്യാനോ ഫിലീവ് ചെയ്യാനോ പണം പിൻവലിക്കാനോ കഴിയില്ല. ഫോളിയോ വിശദാംശങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വ്യക്തിഗത വിശദാംശങ്ങളിലോ മാറ്റം വരുത്തൽ. നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ മാറ്റം വരുമ്പോൾ, വിലാസം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ മാറ്റം വരുമ്പോൾ, ഈ എല്ലാ മാറ്റങ്ങളും നിങ്ങൾ KYCയിൽ നൽകാം അല്ലെങ്കിൽ പ്രത്യേകമായ MCയിൽ പോയി നൽകാം. നിങ്ങൾ നിങ്ങളുടെ KYCയിൽ തന്നെ മാറ്റം വരുത്തിയാൽ അത് ഓട്ടോമാറ്റിക്കായി എല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു പ്രത്യേക MCയിൽ പോയി നിങ്ങൾക്ക് റിക്വസ്റ്റ് നൽകാനും കഴിയും. നിങ്ങളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അതോ മറ്റോ, ആ മാറ്റം നിങ്ങൾക്ക് ആ പ്രത്യേക ഫോളിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ബാങ്ക് വിശദാംശങ്ങളിൽ മാറ്റം. ബാങ്ക് വിശദാംശങ്ങളിൽ മാറ്റം വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. നിങ്ങൾ നിങ്ങളുടെ പഴയ ബാങ്ക് മാറ്റി പുതിയ ബാങ്കിന്റെ വിശദാംശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പഴയ ബാങ്ക് ഏതെങ്കിലും കാരണത്താൽ അടച്ചുപൂട്ടിയതും നിങ്ങളുടെ അക്കൗണ്ട് അടച്ചുപോയതുമാണ്. നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ മുമ്പ് നൽകിയ ബാങ്ക് വിശദാംശങ്ങൾ മാറ്റി പുതിയ ബാങ്കിന്റെ വിശദാംശങ്ങൾ നൽകാനാണ്. അതിന്റെ പ്രോസസ്സ് കുറച്ച് സെൻസിറ്റീവ് ആണ്. നിങ്ങൾക്ക് അല്പം ദീർഘമായി സംസാരിക്കാനും കഴിയും. എന്നാൽ ഇത് മുഴുവൻ നിക്ഷേപകരുടെ താൽപ്പര്യത്തിനും അവരുടെ ഗുണത്തിനുമാണ്. ഇതുവരെ സംഭവിച്ചിരുന്നത് പഴയ ബാങ്കിന്റെ റദ്ദാക്കിയ ചെക്കിന്റെ. പുതിയ ബാങ്കിന്റെ റദ്ദാക്കിയ ചെക്കിന്റെ ഒരു പകർപ്പ് ഞങ്ങൾ നൽകണം. ഇരുവശത്തും ഒരു ഡ്യൂട്ടി ചിഹ്നവും നിങ്ങൾക്കായി മറ്റൊന്നും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ ഫോം പൂരിപ്പിച്ച ശേഷം നിങ്ങൾക്ക് 2 പ്രത്യേകാവകാശങ്ങളും ലഭിക്കും. പഴയ ബാങ്കിന്റെ ചെക്കിന്റെ പകർപ്പും പുതിയ ബാങ്കിന്റെ ചെക്കിന്റെ പകർപ്പും രണ്ടും കൊടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങളുടെ ചെക്ക്. അതിനുശേഷം നിങ്ങളുടെ COB ചേഞ്ച് ഓഫ് ബാങ്ക് പ്രക്രിയ നടക്കും. ബാങ്ക് മാറ്റർ സെൻസിറ്റീവ് ആണ്, എങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ചാപ്റ്റർ നമ്പർ 9ൽ നിന്നുള്ള എല്ലാം. നാം ഇന്ന് വളരെ കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തി. ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഈ വീഡിയോകൾ നിർമ്മിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾക്ക് NSM പരീക്ഷ പാസ്സാക്കാൻ സഹായിക്കാനാണ്. എൻ്റെ വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളും ഞാൻ സ്പർശിക്കുന്ന പോയിന്റുകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് മതിയാകും. പരീക്ഷ പാസ്സാക്കാൻ ഇത് മതിയാകും. പക്ഷേ കൂടുതൽ അറിവിനായി നിങ്ങൾ NSM ബുക്ക് നിർബന്ധമായും റഫർ ചെയ്യണം. ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ തോറായി വായിക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിനു മുമ്പ് കൂടാതെ നിങ്ങളുടെ മറ്റ് വീഡിയോകളും കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോകാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ദയവായി നിങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതായിരുന്നു ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാം.
ഇപ്പോൾ ഈ ചാപ്റ്ററിലെ ചില ചോദ്യങ്ങൾ നോക്കാം. എല്ലാ ചാപ്റ്ററുകൾ കഴിഞ്ഞും നമ്മൾ ചില ചോദ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഈ ചാപ്റ്ററിലും അതുണ്ട്. അപ്പോൾ വന്നേക്കാവുന്ന അല്ലെങ്കിൽ വന്നേക്കാവുന്ന ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം നമ്പർ 1. ഡിവിഡൻഡ് പേഔട്ട് കഴിഞ്ഞ് സ്കീമിന്റെ നെറ്റ് ആസ്റ്റ് മൂല്യം വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഓർമ്മിക്കുക, ഡിവിഡൻഡ് നൽകിയതിന്റെ അളവിൽ NAV കുറയുന്നതാണ്. അതിനാൽ ഡിവിഡൻഡ് നൽകിയ ശേഷം NAVക്ക് ഉപയോഗിക്കുന്ന പദം ഏതാണ് എന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നു. ഓപ്ഷനുകൾ എക്സ് ഡിവിഡൻഡ് NAV, കം ഡിവിഡൻഡ് NAV, ലോവർ NAV അല്ലെങ്കിൽ ഡിവിഡൻഡ് NAV. അതിനാൽ ശരിയായ ഉത്തരമാണ് എക്സ് ഡിവിഡൻഡ് NAV. ഡിവിഡൻഡ് നൽകിയ ശേഷം അതിനെ നാം എക്സ് ഡിവിഡൻഡ് NAV എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ബോണസ് യൂണിറ്റുകൾ യൂണിറ്റ് ഹോൾഡർമാർക്ക് ഏത് വിലയിൽ ഇഷ്യൂ ചെയ്യപ്പെടുന്നു? യൂണിറ്റ് ഹോൾഡർമാർക്ക് ബോണസ് യൂണിറ്റുകൾ ഏത് വിലയിൽ നൽകപ്പെടുന്നു? വില നിശ്ചയിക്കുന്നത് MC ആണ്. ബോണസ് യൂണിറ്റുകൾ യൂണിറ്റ് ഹോൾഡർമാർക്ക് സൗജന്യമായി നൽകപ്പെടുന്നു, നിലവിലുള്ള NAVയിലോ അല്ലെങ്കിൽ നിലവിലുള്ള NAV ബോണസ് അനുപാതത്തിൽ വിഭജിച്ചതിലോ. അപ്പോൾ ഏത് വിലയിലാണ് നിങ്ങളുടെ ബോണസ് യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്? നമുക്ക് നോക്കാം അത് ഏതാണ് എന്ന്. അതിനാൽ ഉത്തരം പി ആണ്. ബോണസ് യൂണിറ്റുകൾ സൗജന്യമായാണ് അനുവദിക്കുന്നത്. ബോണസ് യൂണിറ്റുകൾ അനുവദിക്കാൻ യാതൊരു ചെലവും ഇല്ല. അത് പൂർണ്ണമായും സൗജന്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? അൺഡിവൈഡ് ഫാമിലി ഹെഡുകൾക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ അനുവാദമില്ല. മൈനർക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ കഴിയും. അവർക്കും നോ യുവർ ക്ലയന്റ് ടാഗ് ഫോർമാലിറ്റികൾ പൂർണ്ണമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ ഹെഡുകൾക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ അനുവാദമില്ല. ഇത് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നതിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഹുബൈമൾക്ക് നിക്ഷേപിക്കാം. മൈനർമാർക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. അതിനാൽ ഇതിന്റെ ഉത്തരം സി ആണ്. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അവർക്കും ഫോർമാലിറ്റികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഇത് വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ കഴിയുമെന്ന് അവരുടെ ഫോർമാലിറ്റികൾ പൂർത്തിയാകുമ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബി. മൈനർക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. ഈ പ്രസ്താവന വീണ്ടും തെറ്റാണ്. കാരണം മൈനർമാർക്ക് നിക്ഷേപം നടത്താൻ കഴിയുന്നു. എന്നാൽ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗാർഡിയന്മാർ മുഖേന അവരുടെ നടത്തപ്പെടും. അതിനാൽ മൈനറുടെ പേരിൽ പോലും നിക്ഷേപം നടത്താൻ കഴിയും. അതിനാൽ പലർക്കും ഓപ്ഷൻ ബി ആയിരിക്കാമെന്ന് തോന്നിയേക്കാം. എന്നാൽ ശരിയായ ഉത്തരമാണ് ഈ ഓപ്ഷൻ. ഓപ്ഷൻ സി. മൈനർ അപേക്ഷിക്കുന്ന പക്ഷം ഏതൊക്കെ പാലിക്കേണ്ടതുണ്ട്? മൈനറുടെ പേരിലുള്ള അപേക്ഷയിൽ പഴയ ചോദ്യത്തിൽ പോലും നമ്മൾ കണ്ടപോലെ 2 ഗാർഡിയന്മാർ ഉണ്ടാകും. അവരുടെ നിർബന്ധമായിരുന്നു. അതിനാൽ ഇതിന്റെ ഉത്തരവും സ്വാഭാവികമായി കിട്ടും. ദി ഗാർഡിയൻ. അതിനാൽ മൈനർ അപേക്ഷിക്കുന്ന പക്ഷം പൂർത്തിയാക്കേണ്ട ഗാർഡിയന്റെ ആയിരിക്കും. ഒരു റെസിഡന്റ് വ്യക്തിഗത നിക്ഷേപകൻ മ്യൂച്വൽ ഫണ്ട് ഫോളിയോയിൽ എത്രയധികം ബാങ്ക് അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും? തുക നോക്കൂ. മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് എത്രയധികം ബാങ്ക് അക്കൗണ്ടുകൾ വയ്ക്കാൻ കഴിയുമെന്ന്. അർത്ഥം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് അപേക്ഷ നൽകുമ്പോൾ എത്ര ബാങ്ക് അക്കൗണ്ടുകൾ വരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നതാണ്. അതിനാൽ ഓപ്ഷൻ ടി ആണ്. നിങ്ങൾക്ക് ഏകദേശം 5 അക്കൗണ്ടുകൾ വരെ അല്ലെങ്കിൽ പരമാവധി 5 അക്കൗണ്ടുകൾ വരെ നിങ്ങളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും നിങ്ങൾ നിക്ഷേപം ചെയ്യുമ്പോൾ. അങ്ങനെയെങ്കിൽ ചാപ്റ്റർ 9ൽ നിന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോയിൽ തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾക്ക് പിന്തുണ നൽകുന്നതിനും വളരെ നന്ദി. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വീഡിയോ വേണമെങ്കിൽ ദയവായി കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. അത് സംബന്ധിച്ച വീഡിയോകൾ നിർമ്മിക്കാൻ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തയ്യാറാണ്. മറ്റു വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം. ഞങ്ങളുടെ വീഡിയോകൾ കാണാം. മാത്രമല്ല ഈ വീഡിയോകൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നെസന്റെ 5 പരീക്ഷ പാസ്സാക്കാനും കഴിയും. മറുവശം നിങ്ങളുടെ പിന്തുണയ്ക്ക് വീണ്ടും വളരെ നന്ദി. വിട.